ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഈ വിറ്റാരയുടെ ബേസ് ഡെൽറ്റ വേരിയന്റ് ആണ്. ഈ ഡെൽറ്റ വേരിയന്റിൽ മാരുതി എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സിന്റെ മിസ്സിംഗ് ആണുള്ളത്, ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വിറ്റാര ഡെൽറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എല്ലാ വേരിയന്റുകളുടെയും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബേസ് വേരിയന്റ് ആണെന്നോ അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണെന്നോ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് തന്നെ തോന്നും. വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോഴാണ് ഒരു ബ്ലൂയിഷ് ടച്ച് ആ കളറിൽ കയറി വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോഴാണ് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫുൾ LED ആയിട്ട് ഈ ഒരു വേരിയന്റിലും വരുന്നുണ്ട്. അതിൽ നമുക്കൊരു DRL കാണാം. അതിനകത്തായിട്ട് നമുക്ക് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കാണാം. ഇതിൻ്റെ ടോപ്പിലെ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് ബേസ് വേരിയന്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻസിലെല്ലാം കുറച്ചും കൂടി ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു ഡെൽറ്റ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. C10 ആൽഫയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലോസി ബ്ലാക്ക് ടച്ചൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ടിൽ 360 ക്യാമറയും നമുക്ക് വരുന്നില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 185 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ സുസുക്കിയുടെ ലോഗോ കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇപ്പോൾ ഈ വാഹനത്തിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു കളർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുക. ഇത് ബ്ലൂയിഷ് ബ്ലാക്ക്, ഇത് ഗ്ലോസി ബ്ലാക്ക്. അങ്ങനെ അടുത്ത് വരുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല, 360 ക്യാമറ വരുന്നില്ല. വൈപ്പേഴ്സ് കാര്യങ്ങൾ നമുക്ക് ബേസ് വേരിയന്റിലും ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം അഡാസ് ആണ്. ബേസ് വേരിയന്റിൽ അഡാസ് വരുന്നില്ല. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റൂഫാണ് വരുന്നത്, ഗ്ലാസ് റൂഫും ഒഴിവായിട്ടുണ്ട്. അതായത് ഈ വിറ്റാരയിൽ സൺ റൂഫ് അല്ലെങ്കിൽ മൂൺ റൂഫ് എന്ന് പറയാവുന്ന റൂഫ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഒരു ഗ്ലാസ് റൂഫാണ്. ഈ വാഹനത്തിൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം ഈ വാഹനത്തിൽ നമുക്ക് ആ ടോപ്പ് എൻഡിൽ വരുന്ന സെയിം അലോയ് വീലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടയർ സൈസും തന്നെ വരുന്നുണ്ട്. 225, 55, R18 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ശരിക്കും അലോയ്സിൻ്റെ മുകളിലൊരു വീൽ കപ്പുകൾ വരുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. വശങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ബാക്ക് വശം വരെ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്കിവിടെ ഒരു സ്കേർട്ടിങ് വരുന്നുണ്ട്. പക്ഷേ അതൊരു സിൽവർ ഫിനിഷിലാണ് ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോകുമ്പോൾ. ഈ വേരിയന്റിൽ അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 360 ഇല്ലാത്തത് കൊണ്ട് താഴത്തെ ക്യാമറ ലെൻസ് മിസ്സിംഗ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ ഏത് വേരിയൻ്റ് ആണെന്നൊന്നും പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. സെയിം ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലർ ആണ്. സാധാരണ മാരുതി വാഹനങ്ങളിൽ മിസ്സിംഗ് ആയിട്ട് കാണാറുള്ളത് ബേസ് വേരിയന്റുകളിൽ വൈപ്പറാണ് എങ്കിൽ ഈ വാഹനത്തിൽ എല്ലാ വേരിയന്റുകളിലും, അതായത് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറയാണ്. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 360 ക്യാമറ, സീറ്റ വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ. ഈ ബേസ് ഡെൽറ്റ വേരിയന്റിൽ ക്യാമറ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പോയിലറിന്റെ ഡിസൈൻ എല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കും. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ഈ വിറ്റാര എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കും. സുസുക്കിയുടെ ലോഗോ കാണാം. ടെയിൽ ലൈറ്റ് നമുക്ക് LED ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ലൈറ്റുകളാണ്. അതിനകത്ത് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്തും വരുന്നുണ്ട്. ബാക്കിലെ ആ ഒരു പോർഷനിലും ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷും ഒരു റിഫ്ലക്ടറും വന്നിരുന്നത് ഈ വാഹനത്തിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ബാക്കിലെ സ്കിപ്പ് പ്ലേറ്റിന്റെ പോർഷൻ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസറും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ഒരു 7.3 kW ഒരു നോർമൽ ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കേബിൾ നമുക്ക് കാണാനായിട്ട് പറ്റും.
ബാക്കിൽ നമുക്ക് 40-40 സ്പ്ലിറ്റ് ചെയ്യുന്ന സീറ്റുകളാണ് വരുന്നത്. അതായത് ഈ ഒരു പോർഷൻ, സെൻറ്റർ പോർഷൻ നമുക്ക് ഈസിലി ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ആംബസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് ബൂട്ട് ലൈറ്റ് കാണാനായിട്ട് പറ്റും, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ നമുക്ക് ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ്, പഞ്ചർ കിറ്റ് പോലെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിറ്റാറയിലാണ് ഈ സെഗ്മെന്റിൽ ഏറ്റവും കുറവ് ബൂട്ട് സ്പേസ് വരുന്നത്. 310 ലിറ്റർ മാത്രമാണ് ഈ വിറ്റാരയുടെ ബൂട്ട് സ്പേസ് മാരുതി കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ്, ഡിഫറൻസ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കളർ ടോൺ കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഒരു സെയിം കളർ ടോൺ തന്നെ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു ക്രോം ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബർഗണ്ടി റെഡിഷ് ഫിനിഷ് കാണാം. അകത്ത് ഈ പോർഷൻസിലെല്ലാം നമുക്ക് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. സ്പീക്കേഴ്സ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് 4 സ്പീക്കർ മാത്രമാണ് ഈ വേരിയന്റിൽ വരുന്നത്. 2 ടയേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു മേജറായിട്ട് ഡിഫറൻസ്, ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇലക്ട്രിക് സീറ്റിന്റെ ഓപ്ഷൻസ് ഈ വേരിയന്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെതർ സീറ്റും ഇതിനകത്ത് വരുന്നില്ല. ആ ഒരു സെയിം ലുക്കിലൊക്കെ ഉള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ ടോൺ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ MLD കൺട്രോൾസ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ താഴെയാണ് വരുന്നത്. AC വെൻസിനകത്തെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇനി ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന് ആരും പറയില്ല. പെട്ടെന്ന് ഈ വാഹനത്തിലേക്ക് കയറി ഇരുന്നിട്ട് ഒരാളോട് പറയുകയാണ് ഇതിന്റെ ബേസ് ഡെൽറ്റ വേരിയന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മാരുതിയുടെ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അത് നിങ്ങൾ ചുമ്മാ പറയാന്ന്. കാര്യം മാരുതിയുടെ ബേസ് വാഹനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്രീൻ ഉണ്ടാവില്ല, ലുക്ക് കാര്യങ്ങളിലെല്ലാം മറ്റ് വേരിയന്റുകളായിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആയിരിക്കും സാധാരണ കൊടുക്കാറ്. പക്ഷെ ഈ വിറ്റാരയിലേക്ക് വന്നപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ലേ ഔട്ട്, സ്ക്രീന് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് തന്നെ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഫീച്ചേഴ്സിലാണ് ചെറിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡാസിന്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. മറ്റ് ആ ഒരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ലെതർ റാപ്പിംഗ് വരുന്നുണ്ട്. നമുക്ക് വലതുവശമായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നുണ്ട്. താഴെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. ആ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടി സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ തന്നെയാണ് അവിടെയും വരുന്നത്. അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഇപ്പോൾ ഇത് റെഡി ടു ആണ്, പാർക്ക് മോഡിലാണ്. അതിന്റെ എംബ്ലം കാണാം. 43.8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 28 ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. 86% ബാറ്ററിയിൽ 327 കിലോമീറ്റർ ഓടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ 100% എങ്ങനെയായാലും നമുക്കൊരു 350 കിലോമീറ്റർ ഒക്കെ ഈസിലി ഈ വേരിയന്റിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ഇപ്പോൾ റിയൽ ലൈഫിൽ കാണിക്കുന്നതാണ്. ഞാൻ ഈ വാഹനത്തിൽ ഏകദേശം 1/2 മണിക്കൂറായി ഓൺ ചെയ്തതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് ഇതിനകത്ത് 332 കിലോമീറ്റർ ഒക്കെ റേഞ്ച് എന്നുള്ള രീതിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. സ്ക്രീൻ ആണെങ്കിൽ അത്യാവശ്യം റീഡബിൾ ആവുന്ന രീതിയിൽ എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ട്രിപ്പ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ട്രിപ്പ് A, ട്രിപ്പ് B ഫീച്ചേഴ്സ് മാറുന്നത് കാണാം. പിന്നെ നമുക്ക് വലതുവശമായിട്ട് ഫേവറേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീഡിയ സ്ക്രീനിൽ നമുക്ക് എന്താണോ ഡിസ്പ്ലേയിൽ ഫേവറേറ്റ് ആയിട്ട് കാണിക്കേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഇനി സെൻട്രൽ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ഇല്ല. ഇതിനകത്ത് ആകെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് റിവേഴ്സ് ക്യാമറ ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ വെഹിക്കിൾ ഇൻഫർമേഷൻ പോയി കഴിഞ്ഞാൽ 86% ചാർജ് 370 കിലോമീറ്റർ ഓടാം. ഫോണിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ക്രീനിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഹോം ബട്ടൺ ഈ ഒരു ലേ ഔട്ടിലാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് AC കൺട്രോൾസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ സോൺ AC ആണ് വരുന്നത്, ഡ്യുവൽ സോൺ ഒന്നും വരുന്നില്ല. അതിന്റെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനും AC ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ബട്ടൺസ് ഒന്നുമില്ല. AC ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്ക്രീനിൽ പോയിട്ട് വേണം നമുക്ക് AC ഇങ്ങനെ ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോഴാണ് ഈ വാഹനത്തിന്റെ AC ഓഫ് ആയിട്ടുള്ളത്.
ഇനി നമുക്ക് അതിന് ഹോം ബട്ടണിലേക്ക് പോകാം. അതിന് AC ഓൺ ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് AC ഓൺ ആവുകയും ചെയ്യും. അതായത് ഓൺ ചെയ്യാൻ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ ആക്സസ് ഉണ്ട്. ഓഫ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ പോയിട്ട് നമ്മൾ വാഹനത്തിൽ ഓഫ് ചെയ്യണം. പിന്നെ ഇത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യുന്നതിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബ്ലൂടൂത്ത്, ഐപോഡ്, മൊബൈൽ എന്നൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് നമ്മൾ ഇടുകയാണ് എങ്കിൽ നമുക്ക് റിവേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ആ ഒരു ഇത് മാത്രമാണ്, ആ ബീപ്പ് സൗണ്ട് മാത്രമാണ് കേൾക്കുള്ളൂ. വേറെ ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ നടുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ പോർഷൻ ബ്ലാക്ക് ഫിനിഷാണ്. AC വെൻസ് ചുറ്റില്ല നമുക്ക് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. താഴെ നമ്മൾ പറഞ്ഞോണം ACയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വോളിയം കൺട്രോളും കാണാം. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. വയർലെസ് ചാർജ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. കീ എല്ലാ മാരുതി വാഹനങ്ങളിലും കാണുന്ന സെയിം കീ തന്നെ കൊടുത്തിരിക്കുന്നു. യാതൊരു മാറ്റങ്ങളും ഇല്ല. ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഈ താഴത്തെ പോർഷനിലേക്ക് വന്ന് ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അതിൻ്റെ കവർ പൊളിച്ചിട്ടില്ല. അതിനകത്ത് നമ്മുടെ ആ ഒരു ഗിയർ നോബ് കാണാം. ഇവിടെ നമുക്ക് ഐപെഡൽ മോഡിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു. സ്നോ, നമുക്ക് ഡ്രൈ മോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം സ്നോ, നോർമൽ, അങ്ങനെ ഒറ്റൊരു ഓപ്ഷൻ മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. പിന്നെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്, സ്പോർട്ട്, ഈക്കോ, നോർമൽ, അങ്ങനെ 3 ഡ്രൈവ് മോഡുകൾ കാണാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടണും കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു ലെതർ ഫിനിഷ് സോഫ്റ്റ് ടച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്, ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഉള്ള IRVMs ഈ വേരിയന്റിലും വരുന്നുണ്ട്. പക്ഷെ അത് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ടിക്കറ്റ് ഹോൾഡറോട് കൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റൂഫ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ റൂഫ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഗ്രാബ് ഹാൻഡിലാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മൾ സീറ്റാൻ ആൽഫ വേരിയന്റിൽ നമുക്ക് ഇവിടെ ഒരു മൂൺ റൂഫ് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു, മൂൺ റൂഫൊന്നും തന്നെ വരുന്നില്ല. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അത് സോഫ്റ്റ് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലൈറ്റും കൂൾഡ് ഫീച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറിയാൽ നമ്മൾ ആദ്യം പറഞ്ഞോണം ഇത് ആരും ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ടോപ്പ് എൻഡിൻ്റെ സിമിലർ ലുക്കാണ്. ഇപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് അറിയാവുന്നവർ കയറിയാൽ ചോദിക്കും പിന്നെ അത് ക്രൂസ് കൺട്രോൾ ഇല്ലല്ലോ, സൺറൂഫ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ബാക്കി എല്ലാ ഫീച്ചറും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ സോഫ്റ്റ് ടച്ച് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത്. സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. വളരെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡറാണ് വരുന്നത്. 1 ലിറ്റർ ബോട്ടിൽ കയറുമോ എന്നുള്ളതൊരു സംശയമാണ്. നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ നമുക്ക് 2 ചാർജിങ് പോർട്ടുകളാണ്. ഒരു USB-യും ഒരു Type-C-യും ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ഈ സീറ്റിങ്ങൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് സെൻറ്റർ ആംറസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പേർക്ക്, ബാക്കിൽ 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ശരിക്കും 40-40 എന്നുള്ള രീതിയിലാണ് എൻ്റെ സീറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എക്സാക്ട് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം, അനി റൂം കാണാം. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റായിട്ടാണ് എൻ്റെ ഫ്ലോറ് കാര്യങ്ങളുള്ളത്. സെൻട്രൽ പാസഞ്ചറും ഇരിക്കാനായിട്ട് കൺസേൺസ് ഒന്നും ഉണ്ടാവില്ല. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ റീഡിങ് ലൈറ്റുകൾ കാണാം. അത് LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗിന്റെ മാരുതിയുടെ ഒരു വാഹനമാണ് ഈ വിറ്റാര. 7 എയർ ബാഗ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അഡീഷണൽ ഒരു നീ എയർ ബാഗ് കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് 7 എയർ ബാഗ് വരുന്നത്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട, ഒരു EV വാഹനത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് അല്ലാത്ത ബേസ് വേരിയന്റ് ആയതുകൊണ്ട് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഈ വാഹനത്തിൻ്റെ പവർ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് 49 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. അതിൽ 144 PS പവറും 193 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓവർ എക്സൈറ്റഡ് പവർ എന്നൊന്നും പറയാൻ പറ്റില്ല.
എന്നാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇ വിയിൽ ലഭിക്കുന്ന ഒരു ലിനിയർ ആയിട്ടാണ് നമുക്ക് ആ ഒരു പവർ ഇതിനകത്ത് ലഭിക്കുന്നത്. റേഞ്ച് പറയുകയാണെങ്കിൽ ഏറെ പറയുന്ന റേഞ്ച് 440 നിങ്ങൾ ഇപ്പോൾ ഈ വാഹനത്തിൽ കണ്ടതാണ് 350 എന്താണെങ്കിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മറ്റ് സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വാഹനങ്ങളിലെ ടോപ്പ് എൻഡിൽ ലഭിക്കുന്ന റേഞ്ചാണ് നമുക്ക് ഈ വിറ്റാരയുടെ ബേസ് വേരിയന്റ് ലഭിക്കുന്നത്. ഇപ്പോൾ വിൻസർ ഇവിയുടെ ടോപ്പ് എൻഡിൽ ഏകദേശം സിമിലർ ആണ്. ഈ പ്രൈസിന് വരുന്ന നെക്സോൺ ഇവിയുടെ ടോപ്പ് എൻഡിൽ 300-350 ഇടയ്ക്കാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബേസ് വേരിയന്റിൽ നമുക്ക് അത്രയും കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് പറ്റും. ബാറ്ററിയുടെ വാറണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ മാരുതി ഇപ്പോൾ 8 കൊല്ലത്തേക്കുള്ള ബാറ്ററി വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. BYD നിന്ന് ഡയറക്ട്ലി സോഴ്സ് ചെയ്ത ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് മാരുതി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 7.4 കിലോവാട്ടിന്റെ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 6.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്കൊരു DC ഫാസ്റ്റ് ചാർജറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 45 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചാർജ് ഫുൾ ആക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 20 to 80% ഒക്കെ ഒരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ഈസിലി ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ബേസ് ഡെൽറ്റ വേരിയന്റ് ആണ് നമ്മുടെ ബാസ് സിസ്റ്റത്തിലൊക്കെ 10.49 lakhs എന്നുള്ള പ്രൈസിലൊക്കെ വന്നത്. പക്ഷെ ഇതിന്റെ നിങ്ങളിപ്പോൾ ഈ വാഹനം ബാസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഡയറക്ട്ലി ഓൺ റോഡ് ഇറക്കുകയാണ് എങ്കിൽ 18,25,000 രൂപയാണ് നമ്മളുടെ ഡെൽറ്റ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിന്റെ തൊട്ട് മുകളിൽ വെക്കുന്ന സീറ്റ വേരിയന്റ് 61 കിലോവാട്ട് ബാറ്ററി പാക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് 19,93,000 രൂപയ്ക്കും ആൽഫ വേരിയന്റ് ടോപ്പ് എൻഡ് നമുക്ക് 22,52,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി സീറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലോങ് റേഞ്ച് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു 450 കിലോമീറ്റർ ഈസിലി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ പോലെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ മാത്രമാണ് അഡാസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്ത് നമ്മുടെ പെരുമ്പാവൂർ നെടുന്തോടുള്ള നെക്സ ഷോറൂമിൽ നിന്നാണ്. പോപ്പുലർ നെക്സയുടെ ഷോറൂമാണ്. നിങ്ങൾക്ക് ഈ വിറ്റാര എന്നല്ല മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.